ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഉപയോഗശൂന്യമായ തലങ്ങളെല്ലാം അത്ഭുതങ്ങൾ ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും വന്നാൽ നമ്മൾ അത്ഭുതങ്ങളായി മാറും, അടയാളങ്ങളായി മാറും, അത്ഭുതങ്ങളും അടയാളങ്ങളുമുള്ള വ്യക്തികളായി മാറും. അടയാളം എന്നാൽ ലാൻഡ് മാർക്ക്, അല്ലെങ്കിൽ ഒരു ഉയർന്ന അന്തസ്സ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരുത്തൻ്റെ മേൽ വന്നാൽ അവനൊരു ഉന്നതനായ വ്യക്തിയായി അറിയപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അനേക ധനവാന്മാരുണ്ടായിരുന്നു. ഈ വചനം എഴുതുന്നതിന് ശേഷവും അനേക ധനവാന്മാരുണ്ടായിരുന്നു. ഇന്നും ഭൂമിയിൽ അനേക ധനവാന്മാരുണ്ട്. പക്ഷേ കാലയവനികൾക്കുള്ളിൽ ഇവന്മാരെല്ലാം മറഞ്ഞു പോകും. അതിൽ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കാൻ ചെന്ന അരമത്തിക്കാരനായ ജോസഫ് എന്ന ധനവാൻ മാത്രമാണ് അതിനകത്ത് ആകെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മറഞ്ഞുപോയി. ചരിത്രം പോലും ഇല്ലെന്നായി പോകും. അപ്പോൾ ചരിത്രം പോലും ഇല്ലെന്നായി പോകുന്ന ആ ഭൗതിക സമ്പത്താലാണ് അനുഗ്രഹിക്കപ്പെടണം എന്നല്ല വിഷയം. ഒരു ഉദാഹരണം പറയാം. ഈ കവടിയാർ കുന്ന് എന്ന് പറയുന്നത് വെറും ഒരു കുന്നായിരുന്നു തിരുവനന്തപുരം സൈഡിലുള്ളത്. എന്നാൽ രാജാവ് കൊട്ടാരം പണിതതിന് ശേഷം അതൊരു ചരിത്ര അടയാളമായി മാറി. എന്ന് മാത്രമല്ല, ആ കൊട്ടാരം അവിടെ വന്നപ്പോൾ ആ കുന്നിന് പോലും പേരായി, കവടിയാർ കുന്ന് കൊട്ടാരം. അതുപോലെ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുമ്പോൾ ഞാനും അടയാളമായി മാറും. ജാതികളൊക്കെ നോക്കുമ്പോൾ എന്നെ പറയുന്നെങ്കിലും സത്യത്തിൽ എന്നെ അടയാളമാക്കിയത് എൻ്റെ ദൈവമാണ്. ഒരു വാക്യം വായിക്കാം, 1 കൊരിന്ത്യർ 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അങ്ങനെ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. എന്നാൽ ഇതൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോകുന്നെന്നുള്ളതാണ് ഞാൻ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ഗോഡ്സ് ബിൽഡിംഗ് എന്നാണ്. ഗോഡ്സ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കെട്ടിടം എന്നാണ്. ദൈവത്തിൻ്റെ കെട്ടിടം, ദൈവത്തിൻ്റെ കെട്ടിടം. ദൈവം രാജാവായതുകൊണ്ട് ദൈവത്തിൻ്റെ കെട്ടിടത്തിന് കൊട്ടാരം എന്നാണ് പറയണ്ടേ. അപ്പോൾ ദൈവത്തിൻ്റെ കെട്ടിടം, ദൈവത്തിൻ്റെ കൊട്ടാരം എന്ന് പറയാമായിരുന്നത് എന്തിന് ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്നെഴുതി വെച്ചു എന്ന് എനിക്കിപ്പോഴും സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ തൊഴിലുകൊണ്ട് ഒരു കോൺട്രാക്ടറാണ്, ആയിരുന്നു. ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടം പണിയുന്നതിനർത്ഥം. നിങ്ങൾ ദൈവത്തിൻ്റെ കെട്ടിടം പണിയുന്നതാണ് മലയാളത്തിൽ തിരിച്ചു വന്നപ്പോൾ യുവമാർക്ക് മനസ്സിലായത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ഗോഡ്സ് ബിൽഡിംഗ് എന്ന് എഴുതിയേക്കുന്നത്, ദൈവത്തിൻ്റെ കെട്ടിടം. രാജാവിൻ്റെ കെട്ടിടത്തിനെ രാജകൊട്ടാരം എന്നാണ് വിളിക്കുന്നത്. ദൈവം രാജാക്കന്മാരുടെ രാജാവായതുകൊണ്ടും ചക്രവർത്തികളുടെ ചക്രവർത്തി ആയതുകൊണ്ടും സകലത്തിൻ്റെയും അധിപനായതുകൊണ്ടും അവൻ്റെ കൊട്ടാരം എന്നാണ് വിളിക്കേണ്ടത്. തമിഴിൽ എന്നാളും അത് തർജ്ജമ ചെയ്ത് തന്നപ്പോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മാളിക. അത് കറക്റ്റാണ്. ഇതൊക്കെ ഒന്ന് തിരിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ഈ അടിമത്തമേ പറ്റുള്ളൂ എന്ന് പറയുന്നവൻ ഇപ്പോൾ എന്നാ പറയാൻ നോക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മാളികയായി മാറും, ദൈവത്തിൻ്റെ കൊട്ടാരമായി മാറും എന്ന് പറഞ്ഞാൽ ഞാനൊരു അതിശയമായി മാറും. ഇനി എന്താണ് അതിശയം അല്ലെങ്കിൽ അത്ഭുതം? ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിശയം എന്നാൽ, അത്ഭുതം എന്നാൽ സാധ്യതയില്ലാത്ത കാര്യം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോജിക്കില്ലാത്ത കാര്യം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് ദഹിക്കാത്ത കാര്യം, സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ മേലാത്ത കാര്യം. ഉദാഹരണം, ചെങ്കടൽ പിളർന്നു. ഇന്നത്തെ ബുദ്ധിമാന്മാരോട് പറഞ്ഞാൽ അവരതൊന്നും വിശ്വസിക്കില്ല. ചെങ്കടൽ എങ്ങനെ പിളരും? ചെങ്കടൽ പിളർന്നെന്നുള്ളതല്ല, 2 വശത്തും വെള്ളം മതിൽ പോലെ നിന്നെന്നുള്ളതാണ്. അതെങ്ങനെ വിശ്വസിക്കും? അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. അത് അന്നത്തെ മറ്റ് സംവിധാനമൊന്നുമല്ല. ആ ചെങ്കടൽ പിളർന്നു, ഇസ്രയേൽ ജനം അക്കരെ കയറി, ഫറവോൻ്റെ സൈന്യം വെള്ളത്തിലിറങ്ങി, ചെങ്കടൽ വീണ്ടും പൂർവ്വസ്ഥിതി വന്നു, ഇവന്മാരെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ചെങ്കടലിനടിയിൽ ഇന്നും ഫറവോന്യ സൈന്യത്തിൻ്റെ അവരുടെ രഥങ്ങളുടെയും ആയുധങ്ങളുടെയും അവശിഷ്ടങ്ങൾ ആ ചെങ്കടലിൽ കിടക്കുന്നു. അത് അമേരിക്കൻ ആർക്കിയോളജിക്കൽ വിഭാഗം അത് സയൻറ്റിഫിക്കായി തെളിയിച്ച കാര്യമാണ്. ചെങ്കടൽ പിളർന്നു, 2ആയി വെള്ളം നിന്നു, മതിൽ പോലെ വെള്ളം നിന്നു. ഇത് ദൈവം ചെയ്ത അത്ഭുതമാണ്.
ഇനിയും അത്ഭുതങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി തന്നെ ഒരു അത്ഭുതമാണ്. നമുക്കിത് അറിയത്തില്ലെന്നുള്ളതാണ് നമുക്കിത് അത്ഭുതമായി തോന്നാത്തത്. ദൈവം അതിനെ അത്ഭുതകരമായി, അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ സാധാരണ മനുഷ്യന് ഇതിനകത്ത് അതിശയമൊന്നും കണ്ടില്ല. കാരണം ഇവനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഞാൻ ജനിച്ചത് മുതൽ കാണുന്ന ഈ ഭൂമിയെക്കുറിച്ച് ഇതിനകത്തുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനകത്തൊരു അതിശയവുമില്ല. എന്നാൽ ദൈവം കള്ളം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അതിശയത്തെക്കുറിച്ച് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണം. ചില കാര്യങ്ങൾ ഞാൻ 1-2 അതിശയങ്ങൾ പറയാം. ഒന്ന്, മറ്റ് ഗോളങ്ങളെക്കാൾ 23 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുന്നതാണ് ഭൂമി. അങ്ങനെ ചെരിഞ്ഞു നിന്ന് സ്വയം കറങ്ങുന്നത് കൊണ്ട് രാത്രിയും പകലും ഉണ്ടാകുന്നു. ഇനി ഇത് കറങ്ങുന്ന സ്പീഡ് എത്രയാണെന്നറിയോ? മണിക്കൂറിൽ 1670 കിലോമീറ്റർ സ്പീഡിലായി ഭൂമി കറങ്ങുന്നത്. മണിക്കൂറിൽ കൃത്യം 1672 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങുന്നത് 100 കിലോമീറ്റർ. ഇപ്പോഴത്തെ ഇവിടുത്തെ മരണ ബൈക്കുകളൊക്കെ പോകുന്നത്, ഇവിടുത്തെ പിള്ളേരിങ്ങനെ ഈ പ്രത്യേകിച്ച് ഓറഞ്ച് കളറുള്ള ചില ബൈക്കുകളൊക്കെ ഉണ്ട്, ഡൂക്ക് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ മരണ സ്പീഡിൽ പോകുന്ന 120, 130, 180 വരെ സ്പീഡിൽ. അപ്പോൾ നമ്മൾ വഴി നിന്ന് നോക്കി പറയും, അയ്യോ ഇതൊക്കെ എങ്ങോട്ടായി പോക്ക് പോകുന്നത്. പക്ഷേ ഇവനൊക്കെ പോകുന്നതിൻ്റെ 10 ഇരട്ടിക്ക് മുകളിൽ സ്പീഡിൽ 1670 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. ഇതൊരു അതിശയമല്ലേ? ഇതേ രീതി കറങ്ങുന്ന ഭൂമിയിലാണ് ഈ 7 വൻകടലുകൾ നിൽക്കുന്നത്. ഇതിനകത്താണ് ഈ ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളമായിട്ട് നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ, ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകൾ ഉൾപ്പെടെ നിൽക്കുന്നതിനകത്താണ്. വൃക്ഷങ്ങളും നിർമ്മിതികളും മുഴുവൻ നിൽക്കുന്നതിനകത്താണ്. ആർട്ടിക്, അന്റാർട്ടിക് സമുദ്ര ഭാഗങ്ങളൊക്കെ ഉള്ളതിനകത്താണ്. ഈ സംവിധാനം എല്ലാം ഉള്ളത് ഇത്രയോ സ്പീഡിൽ കറങ്ങുമ്പം ഇതിനകത്ത് നിന്ന് എന്തുകൊണ്ട് ഇതൊക്കെ തെറിച്ചു പോകുന്നില്ല? വെള്ളം തെറിച്ചു പോകേണ്ടതല്ലേ ഇത്ര സ്പീഡിൽ കറങ്ങുമ്പോൾ? ഡാമുകളും കെട്ടിടങ്ങളും തെറിച്ചു പോകേണ്ടതല്ലേ? 1670 കിലോമീറ്റർ സ്പീഡിൽ, അല്ലെങ്കിൽ 72 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി കറങ്ങുകയും അതോടൊപ്പം സൂര്യനെ ചുറ്റുകയും ഇങ്ങനെ കറങ്ങുകയും ചുറ്റുകയും ഒക്കെ ചെയ്യുന്ന ഈ സംവിധാനം, ഇതിൻ്റെ കൂടുതൽ ഭാഗവും വെള്ളമാണ്. ഇങ്ങനെ വെള്ളമുള്ള ഇതിനെ ഒരു ഗോളാക്കി നിർത്തിയിരിക്കുന്നു. അത്ഭുതമല്ലേ? അത്ഭുതമല്ലെന്ന് പെന്തക്കോസ്തുകാരന് തോന്നുന്നെങ്കിൽ, വിശ്വാസിക്ക് തോന്നുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാനുള്ളൊരു ബോധവും വിവരവും ഇല്ലെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളൊരു ഇതൊക്കെ കൃത്യമായി ഗൂഗിളിൽ ഇതിൻ്റെ കണക്കുകളൊക്കെ കിടപ്പുണ്ട്, കയറി നോക്കിയാൽ കാണാം. ഗൂഗിളിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ വചനത്തെ വിശ്വസിക്കുന്നില്ലെന്നുള്ള വേറൊരു സത്യം. നമ്മളിങ്ങനെ ജനിച്ചുപോയി, വളർന്നുപോയി, അതുകൊണ്ട് ഇതൊന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ അടക്കാൻ വേണ്ടിയും കല്യാണം നടക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരിടത്ത് കൂടുകയും ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ദൈവം അത്ഭുതകരമായി ചെയ്തെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇതൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം എല്ലാം അതിശയകരമായി ചെയ്തിരിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ മാളികയാണ്, ദൈവമാണ് പറഞ്ഞേ. ഇത് ശുശ്രൂഷകന്മാരെ കുറിച്ച് പറഞ്ഞത്, അതിനകത്ത് പറഞ്ഞു ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാന്ന് അവർ പറഞ്ഞു. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ കൊച്ചു കളി വല്ലതാണോ? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെങ്കിൽ ആഫ്രിക്കക്കാരുടെ അടിമകളായിട്ട് പോവുമോ? ഭൂതത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് പോവുമോ? പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ വയൽ, ദൈവത്തിൻ്റെ കൃഷിസ്ഥലം, ദൈവം കൃഷി ചെയ്യുന്ന സ്ഥലം. പരാജയം വരുമോ? അതിശയം കാണേണ്ടതല്ലേ? അടുത്ത് എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് എഴുതിയേക്കുന്നത്, അത് വെട്ടിക്കളയണം. ദൈവത്തിൻ്റെ ബിൽഡിംഗ്, ദൈവത്തിൻ്റെ മാളിക, ദൈവത്തിൻ്റെ കൊട്ടാരമാണ് നമ്മൾ. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ കൊട്ടാരമാണ്. ഞാൻ ദൈവത്തിൻ്റെ കൊട്ടാരമാണെന്ന് എനിക്ക് തോന്നിയാൽ, എനിക്കത് വെളിപ്പെട്ട് കിട്ടിയാൽ, തോന്നിയാലല്ല, എനിക്കത് വെളിപ്പെട്ട് കിട്ടിയാൽ, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ കറുപ്പും വെള്ളം ഇടുമെന്നല്ല, ഞാൻ സൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ, അതെനിക്ക് ബോധ്യമായി മനസ്സിലായാൽ, അതിൻ്റെ തലങ്ങളിലേക്ക് ഞാൻ കടന്നാൽ, ദൈവം എന്നെ ദൈവത്തിൻ്റെ മാളികയായി ഉപയോഗിക്കും. ഞാൻ ചെല്ലുന്നിടത്ത് വരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഇതൊരു കാലത്ത് പറഞ്ഞു തന്നില്ല. ചെന്നിടത്തെല്ലാം പറഞ്ഞത് നീ അവിടെ ആ കസേരയിലിരുന്നു, ആ കസേര സ്ഥിരമായിട്ട് നീ ഇരുന്നോന്നാണ് പറഞ്ഞത്. ഞാൻ രാജാവ് പ്രസംഗിക്കും, നീ അടിമ അവിടെ ഇരിക്കും. നീ വന്ന് അയ്യോ ഇതെല്ലാം ഇങ്ങനെയാണോ എന്ന് അത്ഭുതത്തോടെ എൻ്റെ മുന്നേ വന്ന് പറയും. നിൻ്റെ വരുമാനം എൻ്റെ കയ്യിൽ കൊണ്ടുത്തരും, ഞാൻ സൂഹിക്കും. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിലെ ശുശ്രൂഷകന്മാരും മിക്കവന്മാരും പറയുന്നതിൻ്റെ ആഴം. ഈ മെഗാ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ആദ്യം തൊട്ട് വരുന്നവനല്ല അവിടെ ഇരിക്കണം. വെറും മന്ദബുദ്ധികളായി അവിടെ ഇരിക്കണം. ഹേ ബുദ്ധിയില്ലാത്ത,
ഗലാത്യരെ എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മന്ദബുദ്ധികളെന്ന്. ഇന്നും കേരളത്തിലെ സഭകളിലൊക്കെ ഇരിക്കുന്ന പകുതി മുക്കാലും വിശ്വാസിയെല്ലാം മന്ദബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ മെഗ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ മെഗ ഒന്നും ഉണ്ടാവില്ല. ഇതുങ്ങളെല്ലാം വളർന്ന് ഇതുങ്ങളെല്ലാം ഉത്തരവാദിത്തം പ്രാപിച്ച് ഇതുങ്ങളെല്ലാം പുതിയ 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 സഭകൾ സ്ഥാപിച്ചു പോയതിന് അത് ഈ മെഗ ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കുന്ന ഭൂതങ്ങൾ ഇത് സമ്മതിക്കില്ല. ആസ്ഥാന കെട്ടിടം 40 കോടി 50 കോടിക്ക് ഉണ്ടാക്കി ഇവനൊരു മെഗ ഇതിൻ്റെ തലപ്പത്ത് ഭൂതമായിട്ട് അവിടെ ഇരിക്കുകയും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇവൻ ഇതിൻ്റെ തലയിൽ കയറിയിരിക്കുകയും ഇവനെതിരെ വളർന്നു വരുന്നവനെല്ലാം ഇല്ലെന്നാക്കി കളയുകയും ചെയ്യുന്നതല്ല ദൈവസഭയുടെ പ്രവർത്തനം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു അതിശയമായി മാറും, ഒരത്ഭുതമായി മാറും. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ കൊട്ടാരമാകട്ടെ. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഗ്രഹിക്കാതെയും അറിയാതെയും പോയ സകല മേഖലകളും ദൈവം ഞങ്ങളെ നടത്തണമേ. ദൈവവചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും ഞങ്ങൾ ഗ്രഹിക്കുവാൻ ഇടയാകണമേ. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് കടക്കട്ടെ. അടിമത്തത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവെ, സംഘടനയുടെ അടിമത്തം, കർത്താവെ, നേതാക്കന്മാരുടെ അടിമത്തം, മതത്തിൻ്റെ അടിമത്തം, അതെല്ലാം പൊട്ടിയിട്ട് വ്യക്തികൾ കർത്താവിൽ സ്വതന്ത്രരായി വ്യക്തികൾ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി മാറട്ടെ. ഹൃദയങ്ങൾ തുറക്കട്ടെ. വ്യക്തികളിൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങളുടെ ആത്മശക്തികൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കലങ്ങി ഇളകി മറിയുന്ന കടലിൽ പോയി ചേരട്ടെ. യെശയ്യാവ് 57:20 വചന വ്യവസ്ഥ പ്രകാരം വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.